ഒരു വലിയ കടലിന് നടുക്കൊരു ഷിപ്പ്. ആ ഷിപ്പിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ ഇങ്ങനൊരു സ്വപ്നമുള്ളവരാണോ? നിങ്ങൾ മർച്ചന്റ് നേവിയിലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരാണോ? നിങ്ങൾ GP റേറ്റിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. 2026 GP റേറ്റിംഗിന്റെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എലിജിബിലിറ്റി? 10th മതിയോ അല്ലെങ്കിൽ +2 തന്നെ വേണോ? ഏജ് ലിമിറ്റ് എത്രയാ? മെഡിക്കൽ ഒക്കെ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള എല്ലാ കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ലാസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാണിംഗ് പറയുന്നുണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് GP റേറ്റിംഗ് 2026 ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്കിത് മറക്കാതെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ. നമുക്ക് ആദ്യം എന്താണ് GP റേറ്റിംഗ് നോക്കാം. ജനറൽ പർപ്പസ് റേറ്റിംഗ്, ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. മർച്ചന്റ് നേവിയിൽ ഡെക്ക് സൈഡിലും അതുപോലെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലും ബേസിക് ലെവൽ ക്രൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു GP റേറ്റിംഗ് കഴിഞ്ഞവർക്ക് സാധിക്കും. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് ഷിപ്പിലേക്ക് കയറുന്ന ക്രൂ ആയിരിക്കും ഷിപ്പിലെ ക്ലീനിങ്, അതുപോലെ മെയിൻ്റെനൻസ്, റോപ്പ് ഹാൻഡ്ലിങ്, എഞ്ചിൻ അസിസ്റ്റന്റ്, പെയിന്റിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസത്തെ ഒരു പ്രീ സീ ട്രെയിനിങ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി എല്ലാവർക്കും സാലറി അല്ലേ എത്രയാണെന്ന് അറിയേണ്ടത്, അത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് 2026 GP റേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണെന്ന് അറിയാം. എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അതായത് നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് GP റേറ്റിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിന് ഓവറോൾ നിങ്ങളുടെ മാർക്ക് 10ാം ക്ലാസ്സിലെ മാർക്ക് 40% ആയിരിക്കണം. അതുപോലെ ഇംഗ്ലീഷിലും 40% മാർക്ക് ലഭിച്ചിരിക്കണം. ഇനി നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ട്രീം ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇന്ന സ്ട്രീം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഏത് സ്ട്രീം കഴിഞ്ഞ കുട്ടികൾക്കും ഈ ഒരു GP റേറ്റിംഗ് കോഴ്സ് പഠിക്കാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്ന് തന്നെ ആയിരിക്കണം +2 പാസ്സായിട്ടുണ്ടാവേണ്ടത്. ഈ ഒരു GP റേറ്റിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളതാണ്. മിനിമം ഏജ് 17.5 വയസ്സായിരിക്കണം. 17.5 വയസ്സായ ഒരാൾക്ക് GP റേറ്റിംഗ് കോഴ്സ് പഠിക്കാൻ സാധിക്കും. അതുപോലെ എത്ര വയസ്സ് വരെ പഠിക്കാം? നോർമലി 25 വയസ്സ് വരെയാണ് GP റേറ്റിംഗ് പഠിക്കാനുള്ള പ്രായപരിധി പറയുന്നത്. പക്ഷെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 27 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നോർമലി ഒരു സേഫ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17.5 to 25 ആണ്. ഏജ് കാൽക്കുലേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. മെഡിക്കൽ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ മെഡിക്കലിന്റെ കാര്യം കുറച്ച് സ്ട്രിക്റ്റ് തന്നെയാണ്. DGS അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ളത്. അപ്പൊ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഈ മെഡിക്കലി എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട് വേണ്ടത്? ഐസൈറ്റ് എന്ന് പറയുന്നത് 6/6 ആയിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ മേജർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഈ പറഞ്ഞതുപോലെ DGS അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. കാരണം നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ഒന്നും അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു GP റേറ്റിംഗ് കോഴ്സൊക്കെ പഠിച്ച് പക്ഷെ ഷിപ്പിൽ കയറുന്ന സമയത്ത് എന്തായി കഴിഞ്ഞാലും നിങ്ങളെ മെഡിക്കൽ ചെയ്യും. അപ്പം നിങ്ങൾ അതിൽ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ പഠിച്ച കോഴ്സും ആ കോഴ്സിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ഫീസ് മന്ത് ഒക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ആവും. സോ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ DGS അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ കയ്യിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഇനി ഹൈറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 157 എങ്കിലും മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റും കൂടി ഉണ്ടാവണം. അതുപോലെ ഫ്ലാറ്റ് ഫുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ മെഡിക്കലി എലിജിബിൾ ആവും. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര ഫീസ് വരുമെന്ന് ചോദിക്കുന്നവരോട് അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 to 4 lakh വരെയൊക്കെയാണ് ഫീസ് വരുന്നത്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചിലപ്പോൾ ഫീസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അപ്രോക്സിമേറ്റ്ലി ഈ ഒരു റേഞ്ച് ആണ് വരുന്നത്. നോർമലി ഫുഡും അക്കോമഡേഷനും ഒക്കെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും നിങ്ങൾ ഫീസ് അടക്കുന്ന സമയത്ത്. അതുപോലെ നിങ്ങൾ DGS അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഈ ഒരു എന്താ പറയണ്ടേ GP റേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് എൻ്റെ പല വീഡിയോസിലും ഞാൻ റിപ്പീറ്റേറ്റീവ്ലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്?
ഫസ്റ്റ് നിങ്ങളുടെ 10th 12th സർട്ടിഫിക്കറ്റ്, 12th പഠിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ 12th കൂടി സർട്ടിഫിക്കറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, നിങ്ങളുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, അത് കമ്പൽസറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷിപ്പിൽ ജോലിക്ക് കയറുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 25K to 40K വരെ നിങ്ങൾക്ക്, അതായത് 25,000 to 40,000 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാം. ഇതും ഈ പറഞ്ഞതുപോലെ ഓരോ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സാലറിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് പറയാനുള്ളത്, 2026 ഈ ഒരു ഫീൽഡിലേക്കുള്ള കോമ്പറ്റീഷൻ കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ, അതായത് GP റേറ്റിംഗ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട്. DGSന്റെ വെബ്സൈറ്റിലൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യണം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫുള്ളായിട്ടുള്ള വെരിഫിക്കേഷൻസ് ഒന്നും കഴിയാതെ നിങ്ങൾ ഫുൾ ഫീസ് ഒന്നും പേ ചെയ്യാൻ പാടില്ല. പ്ലേസ്മെന്റ് ഒക്കെ അത്രയും ഗ്യാരണ്ടി ഒക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കെയർഫുൾ ആവണം. അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ചൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് GP റേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അഡ്മിഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ ഈ ഒരു വീഡിയോ ഈ 2026 മർച്ചന്റ് നേവിയിലെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന കുട്ടികൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. സോ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മർച്ചന്റ് നേവിയുടെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അല്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ Instagram ID ഞാൻ മെൻഷൻ ചെയ്യാം, അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ കമന്റ് സെക്ഷനിലും ചോദിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.